Hello guys, welcome to another video of കോഡിംഗ് ലോകം. കോഡിംഗ് ലോകത്തിന്റെ എങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാമെന്നതിന്റെ 5ാമത് എപ്പിസോഡിലേക്ക് ദ വേൾഡ്സ് ബെസ്റ്റ് മലയാളം ഫ്ലട്ടർ ഡെവലപ്മെന്റ് ട്യൂട്ടോറിയൽ എവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പ്രൊജക്ട്. നമ്മുടെ വിർച്വൽ ഡിവൈസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ലോഞ്ചിങ് പിക്സൽ 4. വാവ്, അപ്പോൾ ഇങ്ങേക്ക് പോയേക്ക് ഓടിപ്പഞ്ഞു. വെൽഡൺ വെൽഡൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. പുളി പുളി. വാട്ട് ഇസ് ദിസ്? ഓ മാൻ. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, USB ഡീബഗിങ് ഓൺ ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് ഭയങ്കര ഹാങ്, വീണ്ടും പ്രശ്നം തുടങ്ങി. അപ്പൊ പിന്നെ പണ്ടറാട് ഞാൻ ആ വിർച്വൽ ഡിവൈസിനെ അങ്ങനെ എടുത്ത് ഒഴിവാക്കാന്നല്ലാതെ വേറെ വഴി എനിക്ക് തോന്നിയില്ല. അപ്പൊ നമ്മൾ വെറുതെ എന്തിനാ ആ സ്ലോ ഉള്ള ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ആക്കി അത് വെറുതെ കുത്തിക്കയറ്റി സിസ്റ്റം സ്ലോ ആക്കി ഹാങ് ആക്കി ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ USB ഡീബഗിങ് വെച്ച് നമ്മൾ മൊബൈൽ കണക്ട് ആക്കിയിട്ടുണ്ട്. അപ്പം എന്റെ മൊബൈൽ USB ഡീബഗിങ് ഓൺ ആക്കിക്കൊണ്ട് ഇവിടെ RMX 2081 ഇങ്ങനെ ഒരു ഡിവൈസ്, എക്സ്ട്രാ ഡിവൈസ് USB ഡീബഗിങ് ഓൺ ആക്കിയത് കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ മൊബൈലിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ്. ആക്ച്വലി എൻ്റെ മൊബൈൽ പുറത്താണ്, USB വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, USB ഡീബഗിങ് ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓൺ ആക്കിയതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് മൊബൈലിൽ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ലോഞ്ചിങ് എന്നൊക്കെ വന്നിട്ടുണ്ട്. റണ്ണിങ് ഗ്രാഡിൽ ടാസ്ക് അസംബിൾ ഡീബഗ് എന്നൊക്കെ പറഞ്ഞ് ഇത് റണ്ണായി തുടങ്ങുകയാണ്. ഫസ്റ്റ് ഇനീഷ്യൽ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു സിസ്റ്റം, സോ ഫാസ്റ്റ്. ഇത് ഇൻസ്റ്റാൾ ആയി ഓപ്പൺ ആയി. ഇപ്പോൾ ഒരു ഹാങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ട് റൺ ആവുന്നുണ്ട്. എന്റെ മൊബൈലിൽ ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ വളരെ റെസ്പോൺസീവ് ആണ്. ഇനി നമുക്ക് ഹോട്ട് റീലോഡ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ ഹെഡർ, ഫ്ലട്ടർ ഡെമോ ഹോം പേജ്. നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ടൈറ്റിലിന്റെ കോഡാണ് ഈ 27ാമത്തെ ലൈൻ, അതായത് ഫ്ലട്ടർ ഡെമോ ഹോം പേജ്. നമുക്ക് ഇതൊന്ന് മാറ്റി പ്ലീസ് സബ്സ്ക്രൈബ് എന്നാക്കി നോക്കാം. പ്ലീസ് സബ്സ്ക്രൈബ്. സേവ് അടിച്ചു, Ctrl+S അടിച്ച സമയത്ത് തന്നെ ഇത് പ്ലീസ് സബ്സ്ക്രൈബ് എന്നായി മാറിയിട്ടുണ്ട്. ഇതാണ് ഈ ഹോട്ട് റീലോഡിന്റെ പ്രത്യേകത. നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ഹോട്ട് റീലോഡിന്റെ ഒരു പ്രത്യേകത. ഇനി താഴെയുള്ള മെസ്സേജ്, യു ഹാവ് ക്ലിക്ക്ഡ് ദ ബട്ടൺ ദിസ് മെനി ടൈംസ്, സോ വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ ടെക്സ്റ്റ്. നമുക്കൊന്ന് മാറ്റി നോക്കാം. ഈ ഒരു ക്ലിക്ക്ഡ് എന്ന് നമുക്ക് പുഷ്ഡ് എന്നാക്കി നോക്കാം. സേവ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ക്ലിക്ക്ഡ് മാറി പുഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൗണ്ടർ ഇപ്പോഴും 10 തന്നെയാണ്. ഇത് 0യിലേക്ക് മാറിയിട്ടില്ല. അത് മാറില്ല, കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല, അതായത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ക്ലോസ് ആക്കുന്നൊന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഉള്ള ഒരു ഇൻസ്റ്റൻസിലായിട്ട് ഈ ഒരു ചേഞ്ച് പുതിയതായിട്ട് കടന്നു വരാൻ മാത്രമേ ആവുന്നുള്ളൂ. അപ്പൊ അതിനാണ് ഈ ഒരു ഹോട്ട് റീലോഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് കോഡ് ചേഞ്ച് ആക്കിയ സമയത്ത് തന്നെ, ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു കോഡ് നമ്മുടെ ആപ്പിൽ പ്രതിഫലിക്കും. ഇതിനെയാണ് ഹോട്ട് റീലോഡ് എന്ന് ഇവര് വിശേഷിപ്പിക്കുന്നത്. സേവ് അടിച്ച സമയത്ത് തന്നെ അപ്പോൾ തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇതാണ് ഫ്ലട്ടറിന്റെ പ്രത്യേകത. സോ ഫാസ്റ്റ്. ഇനി നമുക്ക് ഈ ഒരു കോഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടന്നു വരാം. ഈ കോഡിൽ എന്താണ് അവർ പറയുന്നത്, ഈ കോഡിന്റെ സ്ട്രക്ചർ, കാര്യങ്ങൾ, ഈ ഫോൾഡറിന്റെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ .idea, .dart tool, .vs code പറഞ്ഞു കഴിഞ്ഞാൽ VS കോഡിന്റെ ഒരു കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുള്ള ഒരു ഫോൾഡറാണ്. ഇതിലൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഈ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ, ഈ ഒരു ഫോൾഡർ തൊട്ട് പോകരുത്. ഈ ആൻഡ്രോയിഡ് ഫോൾഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള സോഴ്സ് കോഡ് ആണ് ഇവിടെ വരിക. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകും. നമ്മൾ ഫ്ലട്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫ്ലട്ടറിന്റെ കോഡ് എഴുതുമ്പോൾ തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് ഫോൾഡറിന്റെ ഉള്ളിലുള്ള കോഡ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചേഞ്ച് ആവും. പിന്നെ ഇത് തൊട്ട് കളിക്കാൻ നിൽക്കരുത്. ഇത് എങ്ങനെ ഇരുന്നത് അതുപോലെ വെച്ചിട്ട് പോവുക. അപ്പൊ നമ്മൾ ഇതിലേക്ക് തൊടുക വേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബിൽഡിലും ഇങ്ങനെ തൊടാൻ പാടില്ലാത്ത കുറെ ഫയലുകളും ഫോൾഡറുകളും ഉണ്ട്. അപ്പൊ അതിലും തൊടേണ്ട കാര്യമില്ല. iOS വരുന്നതും സെയിം കൺസെപ്റ്റ്. നേരത്തെ ആൻഡ്രോയിഡിൽ പറഞ്ഞ പോലത്തെ കൺസെപ്റ്റ് തന്നെയാണ് iOSലും വരുന്നത്. പിന്നെ ഈ ലിബ് എന്നുള്ള ഫോൾഡറാണ് നമ്മുടെ സോഴ്സ് കോഡ്. അതായത് ഫ്ലട്ടർ ഡെവലപ്മെന്റ് ആയിട്ട് ഡാർട്ട് ലാംഗ്വേജിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ സോഴ്സ് കോഡ് വരുന്ന ഒരു ഫോൾഡർ.
ഇതിലാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കളിക്കേണ്ടത്. ഈ ലിനക്സ് ക്രിയേറ്റ് ആയി സെയിം ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും സെയിം കൺസെപ്റ്റ്. ലിനക്സ് ആപ്പിലേക്കുള്ള സോഴ്സ് കോഡാണ് ഇവിടെ വരിക. മാക്OSന് macOS വരും. ടെസ്റ്റ് ഫോൾഡർ, ടെസ്റ്റ് എന്നാൽ നമ്മൾ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോഡ് എഴുതുന്ന ഫോൾഡറാണ് ടെസ്റ്റ്. വെബിനും സെയിം, നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതൊക്കെ ഓട്ടോ ജനറേറ്റ് ആവുന്ന ഒരു കോഡ്. വിൻഡോസ് ആയാലും സെയിം, ഇതിലൊന്നും നമ്മൾ കളിക്കേണ്ടതില്ല. പിന്നെ ഇവിടെ ജനറേറ്റ് ആയത് ജിറ്റിഗ്നോർ എന്നുള്ള ഒരു ഫയലാണ്, .gitignore. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ജിറ്റിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ജിറ്റ് ഹബ് പോലത്തെ അല്ലെങ്കിൽ ജിറ്റ് ലാബ് പോലത്തെ റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യുമ്പോൾ അതൊക്കെ ഫയൽ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു ഫയലാണ് ഈ ജിറ്റിഗ്നോർ. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫയൽസ് ഒന്നും ജിറ്റിലോട്ട് പുഷ് ആവില്ല എന്ന്, പുഷ് ആവരുത് എന്ന് എഴുതി വെക്കാനുള്ള ഒരു ഫയലാണ് ജിറ്റിഗ്നോർ. ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയതാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽസോ അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിനും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഇത് ജിറ്റിലോട്ട് പോകരുത് എന്ന് പറഞ്ഞു വെക്കുന്ന ഫയൽസ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫയലിന്റെ പാത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ദ ഫയൽ ട്രാക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലട്ടർ പ്രൊജക്ട്. അനാലിസിസ് ഓപ്ഷൻസ് എന്ന ഒരു YAML ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദിസ് ഫയൽ കോൺഫിഗർ ദ അനലൈസർ which statically analyze Dart code to check for error warning and links. എറേഴ്സ് ചെക്ക് ചെയ്യാനുള്ള അനലൈസ് ചെയ്യാനുള്ള എന്തൊക്കെയാണ്, കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് എന്ന നമ്മുടെ പ്രൊജക്ടിന്റെ പേരിൽ വെച്ചിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പ്ലീസ് subscribe.iml. ഇത് നമ്മളെ മാനിഫെസ്റ്റ്, ആൻഡ്രോയിഡിലെ മാനിഫെസ്റ്റ് പോലെയൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. ഈ ഒരു YML ഫയലിന്റെ ലോഗ് ഫയലാണ് ഇത്. ഈ YML ഫയൽ ആണ് ഈ ലോഗ് ഫയലിനെ ജനറേറ്റ് ആക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഈ ലോഗ് ഫയലിൽ നമ്മൾ തൊടേണ്ട കാര്യമില്ല, YML ഫയൽ ആവശ്യമെങ്കിൽ മാത്രം തൊടുക. കുറെ കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കമന്റ് ആയിട്ട്, അതും നമുക്ക് ഇപ്പോൾ വിടാം. പിന്നെ ഒരു readme.md ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെക്കാനുള്ള ഒരു ഫയലാണ് readme.md. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ പേരുണ്ട്, ന്യൂ ഫ്ലട്ടർ പ്രൊജക്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നമ്മുടെ പ്രൊജക്ട് എന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ആക്സസ് ചെയ്യാം, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവല്ലോ, എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഗെറ്റിംഗ് സ്റ്റാർട്ടർ, ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ ആണെന്ന് വേറൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരു ഡെവലപ്പേഴ്സിന് കുറച്ച് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ സാധാരണ readme.md ഫയൽ ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള സിൻടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. Ctrl+Shift+V അടിച്ചപ്പോൾ ആ ഒരു readme.md കാണുന്ന രൂപമാണ് കാണുന്നത്. ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ Ctrl+Shift+V അടിച്ചപ്പോൾ വന്നതാണ്. ഇങ്ങനെ ആയിരിക്കും ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു readme.md റണ്ടർ ആയാൽ കാണുന്ന രൂപം. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ളത് ഹെഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു അണ്ടർലൈൻ ഈ ഹാഷ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ന്യൂ ഫ്ലട്ടർ പ്രൊജക്ട്, അത് ഇതാണ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വന്നത്. പിന്നെ ഗെറ്റിംഗ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് 2 ഹാഷ് ഇട്ടത്, അതിന്റെ താഴെയുള്ള ഹെഡിങ്, അല്ലെങ്കിൽ നമ്മൾ H2 അല്ലെങ്കിൽ ഇത് H1 ആണെങ്കിൽ ഇത് H2, അതിന്റെ വലുപ്പം കുറച്ച് കുറവായിരിക്കും ഗെറ്റിംഗ് സ്റ്റാർട്ടർ എന്ന ഹെഡിങ്ങിന്റെ. പിന്നെ അതിന്റെ താഴെ സാധാ പോലെ ഡിസ്ക്രിപ്ഷൻ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പറയുന്നത് അതിന്റെ ഒരു ലിങ്ക് നമ്മൾ ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഈ ലിങ്കിന്റെ ടെക്സ്റ്റ് ഇതായിരിക്കും, അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെയിം നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ഫയല് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഡെവലപ്പേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രൊജക്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വേറൊരാൾക്ക് ടീമിലുള്ള മെമ്പേഴ്സിന് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ സേവ് ചെയ്യുന്ന ഒരു ഫയലാണ് ഈ readme.md. ഇനി നമ്മുടെ മെയിൻ ഡാറ്റയിലോട്ട് വരാം. ഈ ഒരു ലിബ് എന്നുള്ള ഫോൾഡർ നമുക്ക് വീണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിബിന്റെ ഉള്ളിൽ നമുക്ക് വേറെ ഫോൾഡർ, അതായത് ഓരോ ഫയലും അതിനനുസരിച്ച് തിരിക്കാൻ പറ്റുന്നതാണ്. മിണ്ടാതിരിക്കടേ. ഈ ഒരു main.dart ഈ ഒരു ഫയൽ നിൽക്കുന്ന സ്ഥലം നമുക്കൊരു ഫോൾഡർ ആയിട്ട് നമുക്ക് ഓരോന്നിനും പ്രത്യേകമായിട്ട് ഫോൾഡർ ആക്കി തിരിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതിലോട്ട് നമുക്ക് പിന്നെ വരാം. ഫോർ എക്സാമ്പിൾ API വിളിക്കുന്ന കോഡ് ഒരു ഫോൾഡറിലേക്ക് ഇട്ടിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. നേരെ മറിച്ച് എല്ലാ കോഡും നമ്മൾ ഒറ്റ main.dart എഴുതി കഴിഞ്ഞാൽ ഇത് റീഡബിൾ ആവില്ല. കാരണം കുറെ കോഡ് ഒരു ഫയലിൽ തന്നെ എഴുതി വെക്കുന്നതായിട്ട് നല്ലത് അത് ഓരോ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ബേസ്ഡ് ഓരോ ഫോൾഡർ ഉണ്ടാക്കി അതിന് പ്രത്യേകമായിട്ടുള്ള ഫയലില് നമ്മളെ മുറിച്ച് എഴുതി വെക്കുന്നതാണ് ബെസ്റ്റ്. അത് ഒന്നുകൂടെ റീഡബിൾ ആവും, എഡിറ്റ് ചെയ്യാൻ എളുപ്പമാവും. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡെവലപ്പേഴ്സ് ഒരു ടീമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 2-3 ആൾക്കാരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒറ്റ ഫയലിൽ കോഡ് എഴുതി അത് റീഡബിൾ ആവില്ല.
ഓരോ കാര്യങ്ങൾ സ്പ്ലിറ്റ് ആയിട്ട് ഓരോ ഫോൾഡറിലാക്കി ആ ഒരു ഫോൾഡറിന്റെ ഉള്ളിലാക്കി ഫയലാക്കി എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിലോട്ട് നമ്മൾ പിന്നെ വരാം. ഇപ്പോൾ ഈ മെയിൻ ഡോട്ട് ഡാർട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻസ് ടു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂട്ടബിൾ ആണ്, അതായത് അവരുടെ വാല്യൂസ് ചേഞ്ച് ആവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. അതിന്റെ വാല്യൂ ഫൈനൽ ആണ് എന്നാണ് ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിൾ വിഡ്ജറ്റിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ഇമ്മ്യൂട്ടബിൾ വിഡ്ജറ്റ് ആണ് ഈ മൈ ആപ്പ്. ഈ മൈ ആപ്പിന്റെ വാല്യൂ എപ്പോഴും ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ആവുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആയി കഴിയുന്ന വരെ ഈ വാല്യൂ ചേഞ്ച് ആവില്ല എന്നാണ് അർത്ഥം. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് വേരിയബിൾസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. പിന്നെ ഇവിടെ പറയുന്നത് തീമാണ്. ദിസ് വിഡ്ജറ്റ് ഈസ് ദ റൂട്ട് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. ഇതാണ് ഇതിന്റെ ഒരു ഫ്രെയിം ആയിട്ട് വരുന്ന വിഡ്ജറ്റ് ആയിട്ട് പറയുന്നത്. ഈ ബിൽഡ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, ഏത് തീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആപ്പ്. മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു തീമാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് തീം. ഇതാണ് അതിന്റെ തീം എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ആപ്പ് ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കോഡിൽ എഴുതി തന്ന് കമന്റ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ട്രൈ റണ്ണിങ് ഒരു ആപ്ലിക്കേഷൻ വിത്ത് ഫ്ലട്ടർ റൺ. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലട്ടർ റൺ വെച്ച് നമുക്ക് റൺ ചെയ്യാം. അത് അത്രയൊന്നും പണിയില്ല. ഇവിടെ നമ്മൾ VS കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമന്റിൽ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ആവും. നമുക്ക് ബ്ലൂ ഒന്ന് മാറ്റി ഗ്രീൻ ആക്കാം. ഗ്രീൻ ആക്കി സേവ് ആക്കി. ഗ്രീൻ ആക്കി സേവ് ആക്കിയപ്പോൾ കണ്ടോ തീം മാറിയിട്ടുണ്ട്. മൈ ഹോം പേജ് എന്നുള്ള ഒരു ക്ലാസ്, ഈ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തതിന്റെ ടൈറ്റിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ ക്ലാസ് വിളിക്കുന്ന സ്ഥലമാണ് ഈ മൈ ഹോം പേജ്. ഇത് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ്. അതിന്റെ വാല്യൂ ചേഞ്ച് ആവാം എന്നാണ് പറയുന്നത്. ദിസ് വിഡ്ജറ്റ് ഈസ് ദ ഹോം പേജ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷന്റെ ഹോം പേജ്, ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ലാൻഡിംഗ് പേജ് ആണ് ഈ മൈ ഹോം പേജ്. മനസ്സിലായോ? സിമ്പിൾ. അത്ര അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വേറെ കുറെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ക്ലാസ് എന്താണ്, എക്സ്റ്റൻസ് എന്താണ്, ഇങ്ങനെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് നോക്കണമെങ്കിൽ ഇതൊരു ഓപ്സ് കൺസെപ്റ്റ് ആണ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്നുള്ള ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ മൈ ഹോം പേജ് എന്നുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ ഫുൾ പ്രോപ്പർട്ടീസ് ഈ മൈ ഹോം പേജിലോട്ട് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് എക്സ്റ്റൻസ് വെച്ചിരുന്നത്. നേരെ മറിച്ച് ഈ ഒരു കോഡ് നമുക്ക് ഫുൾ ആയിട്ട് ഈ ഒരു ക്ലാസിന്റെ ഫുൾ കോഡ് നമുക്ക് ഇവിടെ എഴുതാം. പക്ഷെ അത് അത്രയ്ക്കും ലാർജ് ആയിരിക്കും, വലിയ ഫയലായിരിക്കും, വലിയ ക്ലാസ് ആയിരിക്കും. അപ്പൊ നമ്മളത് റീയൂസബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഓപ്സ് കൺസെപ്റ്റിനെ പറയാം. ഈ ഒരു കോഡ് നമ്മൾ റീയൂസ് ചെയ്തിട്ട് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ന് എക്സ്റ്റൻസ് ഉപയോഗിച്ചത്. ഇതൊക്കെ അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കയ്യിന്ന് പോകും. ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്, അതായത് നമ്മൾ ഹോം പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ സൂപ്പർ ഡോട്ട് കീ റിക്വയർഡ് ദിസ് ഡോട്ട് ടൈറ്റിൽ ഒക്കെ അങ്ങോട്ട് പാസ് ചെയ്തു. അതായത് ഈ മൈ ഹോം പേജിന്റെ ടൈറ്റിൽ പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് വന്നിട്ടുണ്ട്. ഈ കീ എവിടെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെയാണ് കീ സെറ്റ് ചെയ്യുന്നത്, സൂപ്പർ ഡോട്ട് കീ. വി ആർ ഗോയിങ് ടു മൂവ് ഓൺ. ഐ ഡോണ്ട് നോ വാട്ട്സ് കീ. ഈ സ്ട്രിങ് ടൈറ്റിൽ ഇത് മാറാൻ പോകുന്നില്ല. ഫൈനൽ ആയിട്ട് അങ്ങനെയാണ്. ഫൈനൽ മീൻസ് ഫൈനൽ. ഈ ഒരു വേരിയബിൾസ് ചേഞ്ച് ആവില്ല. ഇനി സ്റ്റേറ്റ് എന്നുള്ള ഒരു ക്ലാസ് മൈ ഹോം പേജ്, ഈ ഒരു സ്റ്റേറ്റിനെ മൈ ഹോം പേജ് സ്റ്റേറ്റ് പറഞ്ഞൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്, ഇൻക്രിമെന്റ് കൗണ്ടർ. അതായത് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള ഈ ക്ലിക്ക് ചെയ്ത 4 5 മാറി, 5 6 മാറി. ഇതിനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻക്രിമെന്റ് കൗണ്ടർ. ഇതിന്റെ ഉള്ളിൽ സെറ്റ് സ്റ്റേറ്റ് എന്നൊരു സംഭവം വിളിച്ചിട്ടാണ് കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന മീൻസ് 5 പ്ലസ് പ്ലസ് 6 പ്ലസ് പ്ലസ് 7. അങ്ങനെ ഈ കൗണ്ടർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻക്രിമെന്റ് ആക്കാനുള്ള മെത്തേഡ്. സ്റ്റേറ്റ് മാറി, അത്രേ ഉള്ളൂ. സെറ്റ് സ്റ്റേറ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൗണ്ടർ ഇൻക്രിമെന്റ് ആവും. അത്ര വിചാരിച്ചാൽ മതി. സോ ദാറ്റ് ദ ഡിസ്പ്ലേ ക്യാൻ റിഫ്ലക്ട് ദ അപ്ഡേറ്റഡ് വാല്യൂസ്. അത്രേ ഉള്ളൂ. നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്തായാലും വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ ഈ കൗണ്ടർ അങ്ങനെ കൂടെ ഉള്ളൂ, അല്ലാതെ ഒന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. കാണുന്നതിൽ മാറ്റമൊന്നും കാണില്ല. നമുക്ക് ഈ സെറ്റ് സ്റ്റേറ്റ് വിളിക്കാതെ കൗണ്ടർ കൂട്ടി നോക്കാം. സെറ്റ് സ്റ്റേറ്റ് വിളിക്കാതെ നമ്മൾ കൗണ്ടർ പ്ലസ് ചെയ്തു, ആപ്ലിക്കേഷൻ ഹോട്ട് റീലോഡായി, പ്ലസ് അടിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് സ്റ്റേറ്റ് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഈ ഒരു ആപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓഫാക്കി ഹോട്ട് റീലോഡ് ചെയ്തു, പ്ലസ് കൊടുത്തു. അപ്പൊ 26 ഇപ്പോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 26 ഈ ഒരു നമ്പർ. ഈ നമ്പർ പ്ലസ് കൊടുത്തു, 27 ആവേണ്ട സമയത്ത് 27 ആയിട്ടുണ്ടാവും. ഈ ഒരു കൗണ്ടർ ഇൻക്രിമെന്റ് ആയി എന്ന് നമ്മൾ മനസ്സിൽ കാണണം. 27 ആയിട്ടോ, 28 ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തു, 29 ആയി, 30 ആയിട്ടും ഈ ഒരു സാധനം ഇവിടുന്ന് മാറിയിട്ടില്ല. ഇനി നമ്മൾ സെറ്റ് സ്റ്റേറ്റ് വിളിച്ചിട്ട് ഈ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. സേവ് അടിച്ചു, ഈ 26 നേരം 30 ആയി. മീൻസ് ഈ കൗണ്ടർ ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്. അത് ഇവിടെ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ദ റിപ്ലൈ ക്യാൻ റിഫ്ലക്ട് ദ അപ്ഡേറ്റഡ് വാല്യൂസ്.
മാറിയ വാല്യൂസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് വിളിക്കണം. സെറ്റ് സ്റ്റേറ്റ് എപ്പോൾ വിളിക്കുന്നു ആ സമയത്ത് ഈ ഒരു മെത്തേഡ് റൺ ആവും. സിമ്പിൾ. അതായത് നമ്മൾ കാണണം എന്നല്ലെങ്കിൽ ചേഞ്ച് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് റൺ ആവും. ഇൻക്രിമെന്റഡ് കൗണ്ടർ എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് വിളിക്കുമ്പോഴാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് സെറ്റ് ആക്കുന്നത്, സെറ്റ് സ്റ്റേറ്റ് കോൾ ആവുന്നത്. ഇത് സെന്റർ ഈസ് എ ലേഔട്ട് വിഡ്ജറ്റ്. സെന്ററിൽ കൊടുക്കാനാണ് ഈ സെന്റർ എന്നുള്ള ലേഔട്ട് ഉപയോഗിച്ചത്. ഇറ്റ് ടേക്സ് സിംഗിൾ ചൈൽഡ് ആൻഡ് പൊസിഷൻ ഇറ്റ് ടു ദി മിഡിൽ ഓഫ് ദി പാരന്റ്. സെയിം നമ്മൾ പറഞ്ഞു തന്നെ. ഇനി അതിന്റെ ചൈൽഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോളം ഈസ് എ ലേഔട്ട് വിഡ്ജറ്റ്. അതൊരു ലേഔട്ട് വിഡ്ജറ്റ് ആണ്. സെന്ററും ഒരു ലേഔട്ട് വിഡ്ജറ്റ് ആണ്, കോളം ഒരു ലേഔട്ട് വിഡ്ജറ്റ് ആണ്. സെന്റർ ആണ് ഈ കോളത്തിന്റെ പാരന്റ് ആയിട്ട് വരുന്ന വിഡ്ജറ്റ്. അതായത് ഇതൊരു ഗ്രിഡ് അല്ലെങ്കിൽ കോളം ആണെങ്കിൽ ഇതിന്റെ മേലെ കിടക്കുന്നത് സെന്റർ ആയിരിക്കും. ഈ ഒരു വിഡ്ജറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് കാണണമെങ്കിൽ ഈ ഒരു ബട്ടൺ, ഈ ഒരു ഓപ്പൺ ഡെവ് ടൂൾസ് വിഡ്ജറ്റ് ഇൻസ്പെക്ടർ പേജ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്പെക്ട് ചെയ്യുന്ന പേജ് എങ്ങനെ ആ ഒരു വിഡ്ജറ്റ് അലൈൻ ചെയ്തതെന്ന് കാണാൻ പറ്റും. ഈ ഒരു സ്കാഫോൾഡ് ആണ് ഈ കാണുന്നത്. നേരത്തെ ക്ലിക്ക് ചെയ്ത് ഈ സ്കാഫോൾഡ്, അതായത് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ഫ്രെയിം വരുന്നത്. അതിന്റെ ഉള്ളിൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സെന്റർ. ഈ സെന്റർ എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സെന്റർ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിലാണ്. ടൈറ്റിൽ ബാർ ഇല്ലേ, ആപ്പ് ബാർ, ആ കാര്യമാണ് ഇത്. സെന്ററിന്റെ ഉള്ളിൽ വരുന്നതാണ് കോളം. ഇനി കോളത്തിന്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ടെക്സ്റ്റ്. ഈ ഒരു കോളത്തിന്റെ ഉള്ളിൽ സെന്റർ ആയിട്ട് ടെക്സ്റ്റ് വരും. രണ്ടാമത്തെ ടെക്സ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള ടെക്സ്റ്റ് അതിന്റെ താഴെ വരും. മൂന്നാമത്തെ ടെക്സ്റ്റ് ഈ ഒരു കൗണ്ടർ അതിന്റെ സെന്ററിലായിട്ട് അതിന്റെ താഴെ വരും. അത്രയേ ഉള്ളൂ. ആപ്പ് ബാറിന്റെ താഴെ ബോഡി വരും. ബോഡി സെൻട്രലായിരിക്കും അറേഞ്ച് ചെയ്യുക. അതിന്റെ അണ്ടറിൽ ചൈൽഡ് ആയിട്ട് ഒരു കോളം എന്നുള്ള വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ചിൽഡ്രൻസ് ആണ് ഈ വിഡ്ജറ്റ്സ്. ഈ വിഡ്ജറ്റിന്റെ ടെക്സ്റ്റ് ആയിട്ടുള്ള 2-3 വിഡ്ജറ്റ് ഇവിടെ ഉണ്ട്. അത് സെൻട്രലായിട്ട് അലൈൻഡ് ആയിരിക്കും ഓൾറെഡി. ഇത് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഒരു വിഡ്ജറ്റ്. ഈ കൗണ്ടർ എന്നുള്ള ഒരു വേരിയബിൾ ആണ്. ഈ കൗണ്ടർ നമ്മൾ അപ്ഡേറ്റ് ആക്കുന്നത് സെറ്റ് സ്റ്റേറ്റ് വിളിച്ചിട്ടാണ് കേട്ടോ. ഈ ഇൻക്രിമെന്റ് കൗണ്ടർ എന്ന മെത്തേഡ് സെറ്റ് സ്റ്റേറ്റ് വിളിച്ച് ഈ കൗണ്ടർ എന്നുള്ള വേരിയബിൾസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഈ കൗണ്ടർ അപ്ഡേറ്റ് ആവും. ആ ഒരു കൗണ്ടർ ആണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്ന കൗണ്ടർ. അപ്പൊ അവിടെ കൗണ്ടർ അപ്ഡേറ്റ് ആയാൽ ഇവിടെ കൗണ്ടർ കാണുന്നത് അത് ആ നമ്പർ ആയിരിക്കും. ഹെഡ്ലൈൻ 4 ആയിട്ടുള്ള ഒരു തീം, അതായത് സൈസ് അത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇനി ഹെഡ്ലൈൻ 3 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു തീം ഉണ്ടോ എന്ന്. അപ്പോൾ കുറച്ചുകൂടി സൈസ് കൂടാൻ മതി. കണ്ടോ, കൂടിയല്ലോ, കണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവം ആക്കി കാണുന്നില്ല. ഒരു ആപ്പ് ഉണ്ടാക്കാനൊക്കെ ആർക്കും പറ്റും. ഇതൊക്കെ വളരെ സിമ്പിൾ. കണ്ടോ, 1 ആക്കി കഴിഞ്ഞപ്പോൾ ഈ നമ്പറിന്റെ സൈസ് കൂടി. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹെഡ്ലൈൻ 1, ഹെഡ്ലൈൻ 2, ഹെഡ്ലൈൻ 3 ഇതൊക്കെ അതിന്റെ സൈസ് അനുസരിച്ച്. നേരത്തെ നമ്മൾ readme.md പറഞ്ഞ പോലെ 2 ഹാഷ് ഇട്ടാൽ അത്രയും ചെറുതാവും, 3 ഹാഷ് ഇട്ടാൽ വീണ്ടും അതിന്റെ ഹെഡിന്റെ സൈസ് കുറയും, ഹെഡ്ലൈനിന്റെ സൈസ് കുറയും. അപ്പോൾ 1 ഇട്ടാൽ 1 സാധനമായിരിക്കും. അതിന്റെ താഴെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ വരും. ഒരു ഐക്കണും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ പ്ലസ് എന്ന സംഭവം, അതാണ് ഈ ഒരു ഡിസൈനിൽ, അതായത് ഈ ഒരു വിഡ്ജറ്റിന്റെ അലൈൻമെന്റിൽ ഇവിടെ കാണുന്നത്, വിഡ്ജറ്റ് ഇൻസ്പെക്ടറിൽ കാണുന്നത്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ, നമ്മൾ ബ്രൗസറിലൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാം. പിന്നെ എപ്പോഴാണ് ഈ ഇൻക്രിമെന്റ് കൗണ്ടർ വർക്ക് ആവുന്നത്, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 39 40 ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തത് എന്തുകൊണ്ടത് മാറി, ആ ഒരു സംഭവമാണ് ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടന്റെ ഉള്ളിൽ എഴുതി വെച്ചത്. ഇതൊരു വിഡ്ജറ്റ് ആണ്. ഓൺ പ്രസ്ഡ് എന്നുള്ള ഈ ഒരു ആർഗ്യുമെന്റിൽ കൊടുത്തത് ഇൻക്രിമെന്റ് കൗണ്ടർ. അതായത് ഈ ഇൻക്രിമെന്റ് കൗണ്ടർ എക്സിക്യൂട്ട് ആവും വെൻ ഓൺ പ്രസ്ഡ്. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. അത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ടൊരു ആപ്പ് ഉണ്ടാക്കി. ഇനി എന്താണ് നമ്മൾ പേടിക്കാനുള്ളത്? ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് അഡ്വാൻസ് ആവാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ, നമുക്ക് നല്ല നല്ല ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാനുള്ളതാണ്. ഇനി നമ്മൾ വലിയ ഡെവലപ്പേഴ്സ് ആയി മാറാനുള്ളതുമാണ്. ഇനി ഇങ്ങനെയൊന്നും ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഇനി വൻ ആപ്ലിക്കേഷൻ ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോന്നായിട്ട് പതിയെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ആൻഡ്രോയിഡ് ബിൽഡ് iOS ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ബോർഡറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും തൊടാൻ നിൽക്കണ്ട, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു വിഡ്ജറ്റ്സ് ആണ് മെയിൻ. ഇത് വെച്ചിട്ടാണ് കോഡൊക്കെ വർക്ക് ആവുന്നത്. ഈ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വിഡ്ജറ്റ് വെച്ചിട്ടാണ്. പിന്നെ പറഞ്ഞ് readme.md ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ ആണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിന്റെ ബാക്കി നമ്മൾ ആപ്ലിക്കേഷൻ ഓരോന്നായിട്ട് ഓരോ വിഡ്ജറ്റ് നമ്മൾ പരിചയപ്പെടുന്നു, അങ്ങനെ ആപ്പ് ഉണ്ടാക്കുന്നു, അങ്ങനെ നമ്മൾക്ക് ദ വേൾഡ് ബെസ്റ്റ് ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ആയി പറഞ്ഞ പോലെ നമ്മൾക്ക് മാറാം. സോ നമ്മൾ ഈ ഒരു എപ്പിസോഡിനെ വിരാമം കുറിക്കുന്നു.